economics.comന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ക്ലാസിക്കൽ ഇക്വിലിബ്രിയം മോഡൽ. ക്ലാസിക്കൽ ഇക്വിലിബ്രിയം മോഡൽസിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Policy implications of the classical model are analyzed in relation to fiscal policy and monetary policy. ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസിക്കൽ മോഡലിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻസിനെ വിശകലനം ചെയ്യുന്നത്. ഫിസ്ക്കൽ പോളിസി ഇംപ്ലിക്കേഷൻ ഈസ് എക്സാമിൻഡ് ഇൻ റിലേഷൻ ടു ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ടാക്സസ്. ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഫിസ്ക്കൽ പോളിസി ഇംപ്ലിക്കേഷൻസിനെ വിശകലനം ചെയ്യുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ചെലവുകളാണ് ടാക്സ്, നികുതി. അതുപോലെ മോണിറ്ററി പോളിസി ഇംപ്ലിക്കേഷൻസ് ഈസ് എക്സാമിൻഡ് ഇൻ റിലേഷൻ ടു ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈ. മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മോണിറ്ററി പോളിസിയുടെ ഇംപ്ലിക്കേഷൻസ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് നോക്കാം. In the classical theory, if the government is increasing expenditure based on borrowing from the public, interest rate will increase. ഇവിടെ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ചെലവുകൾ ഉണ്ടായിരിക്കും. ആ ഗവൺമെൻറ് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് പബ്ലിക്കിൽ നിന്നുള്ള ബോറോയിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. The increase in interest rate has two effects. ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് അഥവാ പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് തരത്തിലാണ് സ്വാധീനം ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണത്? സേവിങ് ഇൻക്രീസസ് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കറേജ്ഡ്. ഒന്ന് സേവിങ്സ് വർദ്ധിപ്പിക്കുന്നു, രണ്ടാമത്തത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം ഇവിടെ സേവിങ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ സേവിങ്സ് കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ സേവിങ്സ് കുറയും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ നെഗറ്റീവ് റിലേഷനാണ് വരുന്നത്. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ആൻ ഇൻക്രീസ് ഇൻ സേവിങ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് കൺസംഷൻ. ഇനി സേവിങ് വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൺസംഷൻ കുറയ്ക്കണം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നോക്കാം. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടതാണ്. y = c+s. ഇവിടെ y എന്ന് പറയുന്നത് വരുമാനം അല്ലെങ്കിൽ ഇൻകത്തെയാണ് സൂചിപ്പിക്കുന്നത്. c എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, ഉപഭോഗത്തെ സൂചിപ്പിക്കുന്നു. s എന്ന് പറയുന്നത് സേവിങ്സ് അഥവാ സമ്പാദ്യം ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത് ഉപഭോഗവും സമ്പാദ്യവും ചേർന്നതാണ്. ഇവിടെ ഉപഭോഗം വർദ്ധിപ്പിക്കണമെങ്കിൽ സേവിങ്സ് കുറയ്ക്കേണ്ടതായിട്ട് വരും, അതുപോലെ സേവിങ്സ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഉപഭോഗം കുറയ്ക്കേണ്ടതായിട്ട് വരും. An increase in government spending based on borrowing will not affect total output because of the crowding out effect. ഇപ്പോൾ ഇവിടെ ഒരു ബോറോയിങ്സിൻ്റെ അല്ലെങ്കിൽ കടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് സ്പെൻഡിങ് വർദ്ധിപ്പിക്കുന്നത് എങ്കിൽ അത് ടോട്ടൽ ഔട്ട്പുട്ടിനെ, മൊത്തം ഉൽപ്പന്നത്തിനെ സ്വാധീനിക്കുന്നില്ല. കാരണം എന്താണ്? ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്. പിന്നെ എന്താണ് ക്രൗഡിങ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ക്രൗഡിങ് ഔട്ട് റെഫേഴ്സ് ടു എ fall in private investment as a result of a rise in government expenditure. ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി സ്വകാര്യ നിക്ഷേപങ്ങൾ കുറയുന്നതിനെയാണ് ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്നത്. Thus, the implication of an expansionary fiscal policy is that there is no need for government intervention to stimulate growth. അപ്പോൾ ഇവിടെ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസിയുടെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമില്ല എന്നാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെൻറ് സ്പെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പോളിസി ഇംപ്ലിക്കേഷനായിട്ട് പറയാനുള്ളത്. ഇനി ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. A tax cut will result in an increase in the disposable income of the people, leading to an increase in the consumption demand. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താണ് ഡിസ്പോസബിൾ ഇൻകം എന്ന് നോക്കാം. ഡിസ്പോസബിൾ ഇൻകത്തിനെ കാണിക്കുന്ന സമവാക്യമാണ് ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനത്തിൽ നിന്ന് ടാക്സ് കുറച്ചതിന് ശേഷം ഉള്ള വരുമാനത്തിനെ പറയുന്ന പേരാണ് ഡിസ്പോസബിൾ ഇൻകം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ ആളുകളുടെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡിസ്പോസബിൾ ഇൻകത്തിൽ വർധനവുണ്ടാകുന്നു. അതായത് അവർക്ക് എന്ത് ചെയ്യാം? കൂടുതൽ പണം കൺസംഷന് വേണ്ടി ഉപയോഗിക്കാം. സോ ഇറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഡിമാൻഡ്.
അതിൻ്റെ ഭാഗമായിട്ട് കൺസംഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഉപഭോഗ ചോദനം കൂടുകയും ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് എ റിഡക്ഷൻ ഇൻ ദ റവന്യൂ ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ ടാക്സ് കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എന്തുകൂടി സംഭവിക്കുന്നുണ്ട്? ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കുറയുകയും ചെയ്യുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് ടാക്സ് അല്ലെങ്കിൽ നികുതി എന്ന് പറയുന്നത്. To compensate the revenue loss, if the government is borrowing from the public, interest rate will increase. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വരുമാന നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് കടമെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തുകൂടി സംഭവിക്കുന്നുണ്ട്? നേരത്തെ പറഞ്ഞതേ കാര്യം തന്നെയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. സോ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസ്കറേജ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എൻകറേജസ് സേവിങ്സ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും സേവിങ്സിനെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എ ടാക്സ് കട്ട് വിൽ നോട്ട് എഫക്റ്റ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ബിക്കോസ് ഓഫ് ദി ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ്. ഇവിടെയും പറയുന്നത് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ അത് അഗ്രിഗേറ്റഡ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അവിടെയും ഒരു ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് ഉണ്ടാകുന്നു. ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്തായിരുന്നു? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതിനെയാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻ ക്ലാസിക്കൽ തിയറി എ കട്ട് ഇൻ ടാക്സസ് സ്റ്റിമുലേറ്റ്സ് ലേബർ സപ്ലൈ. ഇപ്പോൾ ക്ലാസിക്കൽ തിയറി പ്രകാരം ടാക്സ് കുറയ്ക്കുന്നത് ലേബേഴ്സിൻ്റെ സപ്ലൈ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. എ കട്ട് ഇൻ ഇൻകം ടാക്സസ് ഇൻക്രീസസ് ദ ആഫ്റ്റർ ടാക്സ് വേജ് റേറ്റ്. ഇൻകം ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ടാക്സ് കുറച്ചതിന് ശേഷമുള്ള വേജ് റേറ്റിൽ വർധനവ് ഉണ്ടാകുന്നു. ദ വർക്കേഴ്സ് ചൂസ് ടു വർക്ക് മോർ അവേഴ്സ് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദി റിയൽ വേജ്. അപ്പോൾ ഇവിടെ റിയൽ വേജ് വർദ്ധിക്കും എന്ന കാരണത്താൽ എന്ത് ചെയ്യാണ്? വർക്കേഴ്സ് കൂടുതൽ സമയം ജോലി ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണ്. ദ റിസൾട്ട് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ലേബർ സപ്ലൈ. അതിൻ്റെ ഫലമായിട്ടാണ് ലേബർ സപ്ലൈ വർദ്ധിക്കുന്നത്. Thus, a reduction in the income tax rate stimulates labor supply and leads to an increase in employment and output. ഇപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ അത് ലേബർ സപ്ലൈനെ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും വർദ്ധിക്കുകയും ചെയ്യുന്നു. The implication is that fiscal policy should focus on enhancing aggregate supply in the long run and need not managing short run demand. ഇപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്? ലോങ് റണ്ണിൽ അഗ്രിഗേറ്റ് സപ്ലൈ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്കാണ് ഫോക്കസ് നൽകേണ്ടത്. എന്ത് ചെയ്യേണ്ടതില്ല? ഷോർട്ട് റൺ ഡിമാൻഡ് മാനേജ് ചെയ്യേണ്ടതില്ല എന്നാണ് ഫിസ്ക്കൽ പോളിസി ഇംപ്ലിക്കേഷനിൽ പറയുന്നത്. In the classical model, the economy always operates at full employment due to wage price flexibility. ഇനി ക്ലാസിക്കൽ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു സമ്പദ് വ്യവസ്ഥ എപ്പോഴും പ്രവർത്തിക്കുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റിൽ ആയിരിക്കും. അതിൻ്റെ കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാരണം എന്താണ്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. The adoption of an expansionary fiscal policy through increased government spending or tax cut cannot change the total output in the economy. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് വർദ്ധിപ്പിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കുന്നതിലൂടെയുള്ള ഒരു എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ഒരിക്കലും സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ഉൽപ്പന്നത്തിൽ മാറ്റമുണ്ടാക്കില്ല എന്നാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. The implication is that fiscal policy is ineffective in changing real output or employment. അപ്പോൾ ഇവിടുത്തെ ഇംപ്ലിക്കേഷൻ ആയിട്ട് എന്താണ് പറയുന്നത്? റിയൽ ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും മാറ്റം വരുത്തുന്നതിൽ ഫിസ്ക്കൽ പോളിസി ഇന്നെഫക്റ്റീവ് ആണ്. ഇനി ഇതുപോലെ നമുക്ക് മോണിറ്ററി പോളിസി കൂടി നോക്കാം. In classical theory, monetary policy plays a limited role because money is neutral. ഇപ്പോൾ ക്ലാസിക്കൽ തിയറിയിൽ മോണിറ്ററി പോളിസിയുടെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. കാരണം മണി ഈസ് ന്യൂട്രൽ. പണത്തിനെ നിഷ്പക്ഷമായിട്ടാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. മണി ഈസ് ന്യൂട്രൽ when the changes in the money stock lead only to changes in the price level and leaves unchanged real variable such as output, employment and interest rate. ഇനി എന്തുകൊണ്ടാണ് പണത്തിന് ന്യൂട്രൽ എന്ന് പറയുന്നത്? മണി സപ്ലൈ അല്ലെങ്കിൽ മണി സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രൈസ് ലെവലിൽ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്നിവയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പണത്തിന് ന്യൂട്രലായിട്ട് പരിഗണിക്കുന്നത്. Since the economy is self-regulating, there is little need for active monetary policy to stabilize output or employment. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ക്ലാസിക്കൽ തിയറി പ്രകാരം ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്? സെൽഫ് റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് എന്നിവയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അത് സ്ഥിരമാക്കി നിർത്തുന്നതിന് വേണ്ടി ഒരു ആക്റ്റീവ് മോണിറ്ററി പോളിസിയുടെ ആവശ്യമില്ല എന്നാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. While monetary policy doesn't influence real output, it does play a role in controlling inflation. മോണിറ്ററി പോളിസി റിയൽ ഔട്ട്പുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എങ്കിലും ഇൻഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മോണിറ്ററി പോളിസി തന്നെ വേണം. ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ മണി സപ്ലൈ അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രധാനം വർദ്ധിക്കുകയാണെങ്കിൽ അതെന്തിന് കാരണമാവും? ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് കുഡ് ബി റെഡ്യൂസ്ഡ് ബൈ റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് മണി സ്റ്റോക്ക്. അപ്പോൾ ഈ മണി സ്റ്റോക്കിൻ്റെ വളർച്ചാ നിരക്ക് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് കുറയ്ക്കാൻ കഴിയും? ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. Classical economists support a stable, predictable monetary policy to avoid inflationary or deflationary pressure. അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ മോണിറ്ററി പോളിസീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നുള്ളൂ? സമ്പദ് വ്യവസ്ഥയിൽ ഇൻഫ്ലേഷൻ അതുപോലെ ഡീഫ്ലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ആ ഒരു സമ്പദ് വ്യവസ്ഥയെ സ്റ്റേബിളാക്കി നിർത്തുന്നതിന് വേണ്ടി നമുക്ക് ഏത് ഉപയോഗിക്കാം? മോണിറ്ററി പോളിസി ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.